ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുനേന എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് സുനേന. യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് 24 വയസ്സുണ്ട്. എൻ്റെ ബാപ്പയുടെ തന്നെ ഷോപ്പിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ബാപ്പയ്ക്ക് എന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴേ വേണ്ടാന്ന്. അങ്ങനെ നിർബന്ധം ചെലുത്തിക്കൊണ്ട് മാത്രമാണ് ഇത്രയും നാളും എന്നെ നിർത്തിയത്. അല്ലായിരുന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിപ്പിച്ചേനെ. ആക്ച്വലി അന്ന് ഒരാലോചന വന്നതാണ്. പക്ഷേ സ്ത്രീധനമൊക്കെ കൂടുതൽ ചോദിച്ചതുകൊണ്ട് അത് നടക്കാതെ പോയി. പിന്നെ എൻ്റെ ബാപ്പ കണ്ടുപിടിച്ചത് ബാപ്പയുടെ സുഹൃത്തിൻ്റെ മോനെയാണ്. എൻ്റെ അമ്മായപ്പനും ടൗണിൽ ചില ഷോപ്പുകളുണ്ട്. ഞങ്ങളെക്കാൾ കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ആളാണ്. പക്ഷേ അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൂരെ എങ്ങും വിടില്ല. എന്നെപ്പോൾ തന്നെ ഇക്കയും അവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇക്കയെ കാണാൻ സുന്ദരനാണ്. പക്ഷേ അച്ഛൻ്റെ സുഹൃത്തായിട്ടും ഞാനങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇക്കയുടെ സുഹൃത്താണ് എൻ്റെ അമ്മായിപ്പെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു. ഇങ്ങനൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നും തിരിച്ച് പറയാനില്ലായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഇക്ക. എൻ്റെ കസിൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് 2 അനിയന്മാരാണ്. അവരും പറഞ്ഞു കൊള്ളായിത്ത, നല്ല ചെക്കനാണെന്ന്. അങ്ങനെ ആ കല്യാണം നടന്നു മാഡം. പക്ഷേ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഭർത്താവ് കുട്ടികളുടെ സ്വഭാവമുള്ള ഒരാളാണെന്ന്. കണ്ടു കഴിഞ്ഞാൽ യോഗ്യനാണ്. അതുമാത്രമല്ല ആണത്തം ഇത്തിരി കൂടുതലാണെന്ന് തോന്നും. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം ഉമ്മാനോട് ഭയങ്കര കൊഞ്ചലും കൊഴിച്ചിലുമൊക്കെയാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഉമ്മയുടെ മടിയിലേക്ക് പോയി കിടക്കുകയും ചെയ്യും. പിന്നെ ഉമ്മ വായിൽ വെച്ച് കൊടുക്കും ഭക്ഷണമൊക്കെ. എൻ്റെ വീട്ടിലാണെങ്കിൽ അതൊന്നും ചെയ്യില്ല. ഒറ്റ മകനായതുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ഇപ്പോഴും കൊഞ്ചിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഓർത്തു അവരുടെ സ്നേഹമല്ലേ, എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി മനസ്സിലായി. ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. എങ്കിലും മറ്റു കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. എന്നോട് നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ നാണമുണ്ടെന്ന് ആദ്യം പറഞ്ഞു. എനിക്ക് നാണമാണ്, അതുകൊണ്ടാണ് ഒന്നും തുടങ്ങി വെക്കാത്തതെന്ന് എന്നോട് പറഞ്ഞു. ഞാനും ഓർത്തു ശരിയായിരിക്കാം. ഒന്നും അറിയാത്ത ഒരാണും ഒന്നും അറിയാത്തൊരു പെണ്ണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നും നടക്കില്ലല്ലോ. പക്ഷേ സ്നേഹപ്രകടനത്തിനൊന്നും ഒരു കുറവുമില്ല. എനിക്ക് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല മാഡം. ഇതൊക്കെ എല്ലാ വിവാഹ ജീവിതത്തിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാരിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാവമായൊരു മനുഷ്യൻ ഇങ്ങനെയല്ലേ പെരുമാറുകയുള്ളൂ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ 1-2 മാസം കഴിഞ്ഞിട്ടും യാതൊരു മെച്ചവും ഉണ്ടായില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു, എടി നിൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇക്ക എങ്ങനെയായിരുന്നു? അപ്പോൾ പുള്ളിക്കാരി കാര്യം പറഞ്ഞു. ഒരു 2 ആഴ്ചയൊക്കെ പുള്ളിക്കും ഇത്തിരി ചമ്മലായിരുന്നു. കാര്യം ചെറുപ്പക്കാരൻ തന്നെയാണ് അവളുടെ ഹസ്ബൻഡും. പിന്നീട് എല്ലാം ശരിയായി. ഇപ്പോൾ പുള്ളി ഒരു വീരനാണെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഭംഗിയായി വരുന്നുണ്ടോ മോളെ എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാണം മാത്രമല്ല, അതിന് പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. കാര്യം എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ എന്ത് സൂപ്പർ സുന്ദരനാണ്. അതുമാത്രമല്ല പുള്ളിക്ക് നല്ല തടിയുള്ള ആളല്ലേടി. അപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണാൻ യാതൊരു വഴിയുമില്ല. നീ എന്തെങ്കിലും സിഗ്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാനെങ്ങനെ അറിയാനടി? എന്തെങ്കിലും കണ്ടാലും അനുഭവിച്ചാലല്ലേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നീ ആദ്യം ഇക്കയോട് തുറന്ന് സംസാരിക്കുക. എന്താണ് പ്രശ്നം? മാനസികമായ കുഴപ്പമാണോ അതോ ശാരീരികമായ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കണമെന്ന്. എടി ഇക്കടെ മുഖത്ത് നോക്കി അങ്ങനെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇനിയിപ്പോൾ നീ ചോദിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കാണാതെ നീ അവിടെ ഇരുന്ന് വാടിപ്പോകുന്നു അവളെന്നോട് പറഞ്ഞു. ശരിയാണ്, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചത്? എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇക്കയോട് ഇന്ന് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ ഇക്കയോട് വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നാണമാണെന്ന്. ഞാൻ പറഞ്ഞു നാണം കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ഇന്നെങ്കിലും ഇതിനൊരു പരിസമാപ്തി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോഴേക്കും പറ്റില്ല, എൻ്റെ മനസ്സ് പറയുമ്പോൾ എല്ലാം ശരിയായിക്കോളെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കാരാണ്ട് ഉപദേശം തന്നെന്ന് തോന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പൊട്ടിത്തെറിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ കാര്യമാണോ നീ അന്യ പെണ്ണുങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞായി ബഹളം. ഞാനിപ്പോൾ പറഞ്ഞു കുഴപ്പമുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്കയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മനസ്സ് ശരീരവും
ശരീരവും തയ്യാറാകട്ടെ എന്ന് പറഞ്ഞു. അതെന്ത് തയ്യാറാകും അതെനിക്കറിയില്ല, തയ്യാറാകുമ്പോൾ ആയിക്കോട്ടെ, ഇപ്പോൾ ഉടനെ എടുത്തു ചാട്ടിയിട്ട് എന്ത് കാര്യമാ എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു മാഡം. ഞാൻ അന്ന് മിണ്ടിയില്ല, എന്നോട് മിണ്ടിയില്ല. ആ പിണക്കം ഒരാഴ്ച തുടർന്നു. ആ സമയത്ത് ഞാൻ ഓർത്തു, എന്തായാലും ഈ പുള്ളിക്കാരൻ ഇനി ഡോക്ടറൊന്നും കാണാൻ വരും തോന്നില്ല, ഇത് ആരോടെങ്കിലും പറയണ്ടേ. അപ്പോൾ അമ്മായിയമ്മയോട് പറഞ്ഞാലോ? വേണ്ട, അവർക്കാണെങ്കിൽ സ്വന്തം മകനെ ഭയങ്കര വിശ്വാസവുമാണ്. അതുമാത്രമല്ല മോൻ കുഞ്ഞാണെങ്കിലും വലിയ എന്താ വീരനാണെന്നാണ്. അമ്മായിമ്മയ്ക്ക് അറിയില്ലല്ലോ സ്വന്തം മകൻ്റെ കാര്യം. അവരുടെ വളർത്തുദോഷം തന്നെയാണ് ഇതിന് കാരണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇനിയിപ്പോൾ പറയാൻ പറ്റുന്നത് എൻ്റെ ഉമ്മയോടാണ്. ഉമ്മയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കില്ല, എങ്കിലും പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ സെൻസിലെടുക്കുന്ന ഒരാളാണ്. എൻ്റെ പാപ്പയ്ക്ക് എന്നോട് സ്നേഹം തന്നെയാണ്, പിന്നെ സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ, അല്ലാതെ സാന്ദ്രക്കുറവൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. എന്താടി, ആ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞു പ്രോബ്ലം ഒന്നുമില്ല, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഉമ്മയ്ക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടെൻഷനായി. എന്താ മോളെ, എന്താ മുത്തേ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, കാര്യം എൻ്റെ സഹോദരങ്ങളോടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പറയാമെന്ന്. അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്കങ്ങ് പോയി. നീ എന്നോട് പറ, ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ പറയാം, പക്ഷേ ഉമ്മ ബാപ്പയോട് പറയരുത്. പിന്നെ എല്ലാ കാര്യങ്ങളും ബാപ്പയോട് പറയാൻ പറ്റുമോ? ഇടീ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണുങ്ങളോട് പറയാൻ പറ്റുമോ? നീ അങ്ങ് പറ എൻ്റെ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഉമ്മ ഇതുപോലെയാണ്, ഇത്രയും നാളായിട്ടും ചുമ്മാ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇല്ല. നീ കാരണം ചോദിച്ചില്ലേ? കാരണമൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് മനസ്സും ശരീരവും തയ്യാറാകട്ടെ എന്നാണ്. ഷെടാ, നല്ല തണ്ടും തടിയുള്ള സുന്ദരനായ ഒരു പയ്യൻ എൻ്റെ മകൾക്ക് ഇതിനേക്കാൾ സുന്ദരനെയോ നല്ലൊരു പുരുഷനെയോ കിട്ടാനില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയുമാണ്. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ആ ഉമ്മ എനിക്കും അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എല്ലാം നാണമാണെന്നാണ് പറഞ്ഞത്. ഈ നാണമുള്ള ആളുകളൊക്കെ എന്തിനാ ഉമ്മ കല്യാണം കഴിക്കുന്നത്? അത് ശരിയാണല്ലോ മോളെ, എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ താടിക്ക് കൈ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ വീടിനകത്ത് വന്നു കഴിഞ്ഞല്ലേ കൊച്ചു പിള്ളേരെ പോലെയാണ്, ഒറ്റൊരു മകനല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവിടുത്തെ ഉമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഇപ്പോഴും വൈകുന്നേരവും രാവിലെയൊക്കെ പോയി മടിയിൽ കിടക്കും, പിന്നെ രാവിലെയും വൈകിട്ടും അവർ വാരിക്കൊടുക്കുകയും ചെയ്യും. ഭയങ്കര കൊഞ്ചലും കുഴച്ചിലുമൊക്കെയാണ്. ഷൂ, എനിക്ക് തോന്നുന്നു അതാണെന്ന്. കാര്യം ചെക്കനെ മറ്റ് പെണ്ണുങ്ങളുമായിട്ടൊന്നും അവരടുപ്പിച്ച് കാണില്ല. ഇങ്ങനെ ഒരു ഇള്ളക്കുട്ടിയെ പോലെ കൂടെ കൊണ്ടുനടന്ന് കാണും. ചെക്കന് കാര്യങ്ങളൊന്നും അറിയില്ല, എല്ലാം അങ്ങ് പേടിയായിരിക്കും. വെടി തണ്ടും തടി ഉണ്ടെന്ന് പറഞ്ഞാലും ചില പിള്ളേരില്ലേ പുത്തക്കോടന്മാരായിരിക്കും, ഒന്നും അറിയില്ല. ഷൂ, പന പോലെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വിചാരിച്ചടി ഒത്തൊരു പുരുഷനായിരിക്കുമെന്ന്. ഇനി വേറെന്തെങ്കിലും ടൈപ്പാണോ മോളെ? എന്താ ഉമ്മ ഉദ്ദേശിച്ചത്? അല്ലടി ഇങ്ങനെയൊക്കെ പറയില്ലയോ, ഈ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവം പോലെ ആണുങ്ങൾ പോലെയാണോ? അങ്ങനൊന്നുമില്ല ഉമ്മ, നല്ല രീതിയിലാണ് പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്ത് പുറത്ത്. പക്ഷേ സ്വന്തം അമ്മയുടെ അടുത്ത് വരുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ആണെന്നേ ഉള്ളൂ. കൊച്ചുകുട്ടികളുടെ സ്വഭാവമുണ്ട്, അതല്ലാതെ ഉമ്മ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമില്ല. അതുമില്ല ഇതുമില്ല. പിന്നെ എന്താ മോളെ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഇത്രയും പ്രശ്നങ്ങളെ എനിക്കറിയൂ. എന്നിട്ട് നീ അവനോട് കൂടുതൽ സംസാരിച്ചില്ലേ? കൂടുതൽ സംസാരിക്കാൻ ഇനി എന്താ ഉള്ളത്? ഞാനെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശരിയാകും. അപ്പോൾ നീ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞത് ഉമ്മ 100 വട്ടം പറഞ്ഞു. അപ്പോഴൊക്കെ പറയുകയാണ്, ഇത് തന്നെ ശരിയായിക്കോളും, അടുപ്പം വരുമ്പോൾ ശരിയായിക്കോളും എന്നാണ് പറഞ്ഞത്. നീ അവരോട് ഉമ്മയോട് പറഞ്ഞു? ഞാനങ്ങ് പറഞ്ഞില്ല. സ്വന്തം മകൻ വലിയ പടത്തലനാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിയിരിക്കുന്നത്. എൻ്റെ പഠിച്ചോനെ, ഇങ്ങനൊരു കഥ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കേൾക്കുകയാണ്. എൻ്റെ മോളെ, നീ പറഞ്ഞ സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യമാണോ ഉമ്മ? ഉമ്മ ഇത്തിരി നേരം ഒന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഒരു കാര്യം പറയാം, പക്ഷേ നീ അത് കിട്ടി ഞെട്ടുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, എങ്കിലും നമ്മൾ എല്ലാ വശവും നോക്കണ്ടേ. എന്താ ഉമ്മ, പേടിപ്പിക്കാതെ കാര്യം പറ. എടി, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു സംശയം, ഇനി ഇവനൊരു കുഴഞ്ഞ ടൈപ്പാണോന്ന്. അങ്ങനെയല്ല നീ പറയുന്നു. അപ്പോൾ ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നീ ശ്രദ്ധിച്ചോ? ഇങ്ങനെ വാത്സല്യം മാത്രമേ ഉള്ളൂ, അതിലുപരിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉമ്മ എന്താ പറഞ്ഞത്? എടി, പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമാണ്. ഉമ്മയും മകനെയും പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഉമ്മ അങ്ങനെ പറയരുത്. ഇങ്ങനെ കുഞ്ഞിനെ പോലെ പുള്ളിക്കാരി നോക്കുകയാണ്. കുഞ്ഞാണോ വലുതാണെന്നൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയല്ലേ അറിയുള്ളൂ. ഒരു കാര്യം ചെയ്യേ, ഇനിയിപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നീ ഒന്ന് സംശയത്തോട് നോക്ക്. ഉമ്മ എന്തായി പറയുന്നത്? അങ്ങനൊന്നുമില്ല. എടി നോക്ക്, ഒരാഴ്ച നീ അവരെ ഒന്ന് ശ്രദ്ധിക്ക്. സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വാരിക്കൊടുക്കുന്നു, വാത്സല്യം പ്രകടിപ്പിക്കുന്നു, ഇതൊന്നുമല്ലാതെ അതിൽ കടന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. അത് നീ ഒന്ന് ശ്രദ്ധിക്കുന്നത്
നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഉമ്മ അങ്ങനൊന്നും പറയരുത്, അതൊക്കെ പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, ആ പാപമാണോ പുണ്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. ഇനിയിപ്പം പാപമാണെങ്കിൽ ഞാൻ ആ പറഞ്ഞത് അങ്ങ് തിരിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ലെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ സംശയം വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നീട് അവരുടെ ചെയ്തികൾ ഞാൻ ഒന്ന് വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തു. എന്തോ ഒരു വശപ്പിശക്കില്ലേ എന്നങ്ങ് പറയുകയാണ്. ചിലപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല, ഭർത്താവിനോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് തോന്നുകയാകും എന്ന് തോന്നി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, അമിതമായ വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട്, ഇത് അതാണോ ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല, ആ കൺഫ്യൂഷനാണെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ശരി ഇനിയിപ്പോൾ എനിക്ക് വിട്ടേരെ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അയ്യോ ഉമ്മ, ഇക്കയോട് ചോദിക്കില്ലേ, നീ പിന്നെ എന്തിനാണ് എന്നോട് പറഞ്ഞത്? ഇതിപ്പം എങ്ങും പോയി ശരിയാക്കാനും വയ്യ, നിനക്ക് ശരിയാക്കാൻ വയ്യ, എന്നോട് പറയുകയും ചെയ്തു, ഞാൻ ശരിയാക്കാൻ നീ സമ്മതിക്കില്ലേ? ഉമ്മ എങ്ങനെ ശരിയാക്കാനാണ്? ഇക്കയോട് പറഞ്ഞതൊന്നും ഇക്ക മാറത്തില്ല, അത് നീയാണ് നിശ്ചയിക്കുന്നത്, ഞാൻ അവനെ ഡീൽ ചെയ്തോളാം. എന്തായാലും അവൻ്റെ അമ്മയോട് നീ പറയില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞോളാം, നീ ഇതിൽ ഇടപെടുകയേ വേണ്ട. നീ എന്നോട് പറഞ്ഞു, ഞാൻ അവനോട് പതുക്കെ സംസാരിച്ചോളാം, അവൻ ഞാനും മാത്രം, നീ ആ ഭാഗത്തേക്ക് വരികയേ വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കയ്ക്ക് പിന്നെ എന്നോട് പിണക്കമാകും. ആ പിണക്കമാണെങ്കിലും ഇണക്കമാണെങ്കിലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഇങ്ങനെ 2-3 വർഷം പോയി കഴിഞ്ഞിട്ട് നീ അവനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയല്ല, കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ അതെല്ലാം കളഞ്ഞിട്ട് നല്ലൊരാണിനെ നിനക്ക് കല്യാണം കഴിക്കാം. അതൊക്കെ പിന്നീട് നമുക്ക് ഈ കാര്യം ശരിയായില്ലെങ്കിൽ നിൻ്റെ ബാപ്പയോട് പറഞ്ഞ് ഇതിലൊരു നിവൃത്തി വരുത്താമെന്ന് പറഞ്ഞു. ഉമ്മയോട് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പോലും ഞാൻ ചിന്തിച്ചു. എന്തായാലും ഉമ്മ പറഞ്ഞതിൽ നിന്ന് പിന്മാറില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സൈലൻ്റായി. അങ്ങനെ ഒരു ദിവസം ഞാനും ഇക്കും കൂടെ വീട്ടിൽ വന്നു. ആ സമയത്ത് ഞങ്ങളെ രണ്ടുപേരും കൂടെ വിളിച്ച് ഉമ്മ ടെറസിൽ കൊണ്ടുപോയി. അവിടെ ഇരുന്നിട്ടാണ് ഉമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കുറ്റപ്പെടുന്ന പോലെ നോക്കി, പക്ഷേ ഞാൻ തല കുനിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട, എന്ത് ദാമ്പത്യ പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ഉമ്മമാരോടാണ് പെണ്ണുങ്ങൾ പറയുക, അപ്പോൾ അതുകൊണ്ട് നീ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞു, നിനക്ക് എന്താ പ്രശ്നം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. നിനക്ക് ഇവളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം. നിനക്ക് ചിലപ്പം വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് പ്രേമം കാണുമായിരിക്കും, അവളെ കെട്ടാനിതാണ്. സ്വന്തം പാപ്പയുടെ നിർബന്ധം കൊണ്ട് നീ ഇവളെ കല്യാണം കഴിച്ചു, അങ്ങനെയാകാം. അങ്ങനെയാണെങ്കിലും നിനക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞ് ആ മറ്റേ ബന്ധത്തിലേക്ക് പോകാം. എൻ്റെ മോള് സ്വതന്ത്രയാകും, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ കാത്തിരിക്കാൻ അവൾ എന്ത് പാവമാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ ചോദിച്ചു, ശരി അങ്ങനെയൊന്നുമില്ല, പിന്നെ നിൻ്റെ പ്രശ്നം എന്താണ്? നീ മറ്റേ ടൈപ്പാണെന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല, പിന്നെ നിനക്ക് എന്താ കുഴപ്പം? ശാരീരികമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ജന്മനാ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ? അതോ നിനക്ക് രോഗമോ അപകടമോ പറ്റി എന്തെങ്കിലും എല്ലാം നഷ്ടമായതാണോ എന്ന് ചോദിച്ചു. അപ്പോഴും അല്ലാതെ പറഞ്ഞു. ആ സമയത്ത് ഉമ്മ ചൂടായി. പിന്നെ നിനക്ക് എന്തിൻ്റെ കേടാടാ? നിനക്ക് എന്താ പ്രശ്നം? വാ തുറന്ന് പറ. നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ ബാപ്പയോടും ഉമ്മയോടും എൻ്റെ ഭർത്താവിനോടും ഒക്കെ ഞാൻ പറയാൻ പോവുകയാണ്, ഈ ബന്ധം ഇനി മുന്നോട്ട് പോകില്ല, നീ എങ്ങനെയെങ്കിലും ജീവിക്കുമെന്ന് പറഞ്ഞ് ഉമ്മ ഷൗട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് കരഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്സെറ്റായി. ഉടനെ എൻ്റെ ഉമ്മ അടുത്ത് എന്നിട്ട് തലമുടിയിലൊക്കെ തലോടിയിട്ട്, എൻ്റെ പൊന്നുമോൻ പറ, കരയണ്ട, എന്താ പ്രശ്നം എന്നങ്ങ് പറ, ഇപ്പം നമ്മൾ 3 പേരുമുണ്ട്, ഇനിയിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തും തുറന്ന് പറയാം, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഉമ്മ പരിഹരിച്ച് തരും മോനെ എന്ന് പറഞ്ഞ് വാത്സല്യം കൊണ്ടങ്ങ് മൂടി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് 18 വയസ്സുള്ളപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. ഇക്കയുടെ ഉമ്മയുടെ ചേച്ചിയുണ്ട്, അവർക്ക് കുട്ടികളൊന്നുമില്ല, അവരവിടെ വന്നു നിൽക്കുമായിരുന്നു. അവർ കുട്ടികളുണ്ടാകാൻ വേണ്ടിയുള്ള ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് വേറെ സംസ്ഥാനത്താണ്, ഇടയ്ക്കൊക്കെ വരികയുള്ളൂ. ചികിത്സാ സൗകര്യാർത്ഥമാണ് ഈ വീട്ടിൽ വന്ന് നിന്നത്. ആ സമയത്ത് ഇക്ക ഒരു ദിവസം സ്വന്തം മുറിയിൽ സ്വകാര്യതയിലിരുന്ന് എന്തൊക്കെയോ കൈ കസർത്തുകൾ കാണിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വല്യമ്മ ചാടി വന്നത്. പുള്ളിക്കാരൻ കണ്ടില്ല, അവരാണെങ്കിൽ എല്ലാം കാണുകയും ചെയ്തു. അത് വെച്ച് കളിയാക്കിക്കൊണ്ടായിരുന്നു അവരുടെ തുടക്കം. പിന്നീട് അവർ ഇക്കയുടെ മേൽ വളരെ സ്വാതന്ത്ര്യമെടുത്തു. എപ്പോഴും ഇക്കയുടെ മുറിയിൽ പോയിരിക്കും. ഇക്കയുടെ അനുവാദമില്ലാതെ കടന്നുകയറ്റങ്ങൾ ഒക്കെ നടക്കും. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും സുന്ദരിയായ വല്യമ്മയിൽ എൻ്റെ ഇക്കയ്ക്ക് താല്പര്യമായി. സുന്ദരനായ
കിളന്ന പയ്യനെ കിട്ടിയ വല്യമ്മയും വളരെ സന്തോഷവതിയായിരുന്നു. ആ ഒരു പ്രായത്തിൽ ഉണ്ടായിരുന്ന ഇക്കയുടെ ദാഹമോഹങ്ങളെ ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്തു. അതുമാത്രമല്ല, അവർക്ക് വന്യതയേറിയ പല കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. ആ കാര്യങ്ങൾക്കെല്ലാം ഇക്കയെ നിർബന്ധിച്ചു. ഇക്ക എപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു വട്ടമായി പോയില്ലേ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഉത്സാഹമേറി. അവർക്ക് രസം കൂടുമ്പോഴില്ലേ മാഡം, ഇക്കയെ ചെറുതായിട്ട് വേദനിപ്പിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതൊന്നും ഇക്ക ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തും. എല്ലാവരോടും പറയും. കാര്യം വെറുതെ ഇരുന്നവരെ ഇക്ക അങ്ങോട്ട് ചെന്നാണ് എല്ലാം സെറ്റാക്കി എടുത്തതെന്ന് വല്യമ്മ ഉമ്മയടക്കം എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കുഞ്ഞു മനസ്സുള്ള എൻ്റെ ഇക്കയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് കൂട്ടുനിന്നു. ഏകദേശം 4-5 മാസത്തോളം അവർ അവിടെ നിന്നിരുന്നു. അവരുടെ ഹസ്ബൻഡും ഇടയ്ക്ക് വരും. അങ്ങനെ അവരവിടെ നിന്നു. 6 മാസത്തോളം ഇക്കയ്ക്ക് അവരിൽ നിന്നും പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അതിൽ കുറച്ചൊക്കെ ഇക്കയ്ക്ക് ഇഷ്ടമായിരുന്നു, കുറച്ചൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആകെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥ. അവർ ഒരു കൊടുങ്കാറ്റ് പോലെയാണെന്ന് ഇക്ക പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവർക്ക് ശുഭവാർത്ത വന്നു. അവർ ചികിത്സ കൊണ്ട് ഗർഭിണിയായി. അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. അവരുടെ കുട്ടിക്ക് ഇപ്പോഴും അധികം പ്രായമൊന്നും ആയിട്ടില്ല. പിന്നീട് അവർ തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായില്ല. വല്ലപ്പോഴും കാണും, അത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് താമസിക്കുന്ന ശീലം അവർക്ക് കുട്ടി ഉണ്ടായ ശേഷം ഇല്ലാതായി. അങ്ങനെ ഇക്ക അതെല്ലാം വിസ്മരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കല്യാണമെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ കുശലാന്വേഷണത്തിനായി ഇക്കയുടെ മുറിയിൽ വരികയും എന്നിട്ട് ഇക്കയോട് അതിൽ കടന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇക്ക വേണ്ട, അതൊക്കെ കഴിഞ്ഞതല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എല്ലാം കഴിഞ്ഞിരിക്കും, എനിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല, അടങ്ങി ഒതുങ്ങി എൻ്റെ ഹസ്ബൻഡോടെ കഴിയുന്നതുകൊണ്ട് ഞാനങ്ങ് കഴിയുകയാണ്. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ തീയുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് തന്തല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നിന്നെ പലപ്പോഴും അങ്ങ് വെറുതെ വിടുകയാണ്. നിനക്കൊരു ജീവിതം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് പോയത്രേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇക്കയ്ക്ക് ഭയങ്കര പേടിയായി. അതുകൊണ്ടാണ് എന്നോട് അടുക്കാൻ പറ്റാത്തതും. എന്തോ എന്നെ കാണുമ്പോഴൊക്കെ കുറ്റബോധമാണ്. ഞാൻ നല്ലൊരു ഭാര്യയാണ്, പക്ഷേ ഇക്ക നല്ലൊരു ഭർത്താവല്ല. അങ്ങനെ ഒരു കുട്ടിയുടെ അച്ഛനാണോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ഭയമാണ്. ഇനിയിപ്പോൾ അവരത് തുറന്നു പറഞ്ഞ് ജീവിതം നശിപ്പിക്കുമോ അങ്ങനെയൊക്കെ ഓർത്ത് ഭയങ്കര കുഴപ്പമാണ്, പേടിയാണ്. പേടി കൊണ്ടാണ് ഒന്നും നടക്കാതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും എൻ്റെ ഉമ്മയും ഞെട്ടിപ്പോയി. മാഡം, ഇക്കയെ കുറ്റം പറയാൻ പറ്റില്ല, എന്ത് ചെയ്യാനാണ്, അങ്ങനെ പറ്റിപ്പോയതാണ്. നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഇക്കാന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഉമ്മയും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടി. പിന്നീട് പറഞ്ഞു, സാരമില്ല മോനെ, ഇതിപ്പം നമ്മൾ 3 പേരല്ലേ അറിയുന്നുള്ളൂ, ഞങ്ങളിത് ആരോടും പറയില്ല. പിന്നെ നീ പിടിക്കുന്ന പോലെ നിൻ്റെ വല്യമ്മ വന്നിട്ട് നിൻ്റെ കുഞ്ഞാണെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അവർക്ക് സുഖമായിട്ട് ഭർത്താവിനോട് ജീവിക്കണ്ടേ. ഇനിയിപ്പം ഇതൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് വല്യമ്മയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, അതൊന്നും നടക്കില്ല. അവർ നിൻ്റെ ഒരു കുഞ്ഞു സ്വഭാവം അറിഞ്ഞ്, കുഞ്ഞുങ്ങളെ പോലല്ലേ നീ, ആ സ്വഭാവം അറിഞ്ഞ് നിന്നെ ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനി വരുമ്പോൾ അവരെ ഓടിച്ചു വിടണം. അവരുടെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണെന്ന് ആര് പറഞ്ഞു? ചുമ്മാ ആ സംഭവത്തിൻ്റെ പേരിൽ അവർ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. നീ സുന്ദരിയായ ഒരു പെണ്ണെ കല്യാണം കഴിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ അവർ വരികയാണെങ്കിലും എൻ്റെ മോള് നിൻ്റെ കൂടെ കാണും. നിൻ്റെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാ ദുഃഖിക്കുന്നത്? അതുമാത്രമല്ല എൻ്റെ സപ്പോർട്ടും കാണും. എന്ത് വാനിടിഞ്ഞു വേണമെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എൻ്റെ ഹസ്ബൻഡിന് സമാധാനമായി. അന്ന് രാത്രി ഇക്ക എന്നോട് ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. കല്യാണത്തിന് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് ദുഃഖിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. പിന്നെ അവരുടെ മോനെ ഇക്കയുടെ ചായ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇക്ക എന്നെ ആ കൊച്ചിൻ്റെ പടം കാണിച്ചു. ഇക്കയുമായിട്ട് യാതൊരു വിദൂര സാമ്യം പോലുമില്ല. നിറത്തിലുമില്ല, ഗുണത്തിലുമില്ല, സൗന്ദര്യത്തിലുമില്ല, ഒന്നുമില്ല. അവരുടെ കുട്ടി പോലെ തോന്നും, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ കുട്ടിയല്ല, ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ശരിയായി. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇപ്പം ക്ലിയർ ആയെന്ന്. എന്നാൽ എൻ്റെ മോളെ, നീ എന്നോട് പറയാൻ തോന്നിയതും ഞാൻ അവനോട് ചോദിക്കാൻ തോന്നിയതും ഒക്കെ നന്നായി. പിന്നീട് ഉമ്മയും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. എന്ത് രഹസ്യങ്ങൾ അങ്ങോട്ട് പറയാമല്ലോ, ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്. മാഡം, ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. എൻ്റെ വീട്ടിലാണ്.
ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇക്ക ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മാഡം, കഴിഞ്ഞ ദിവസം ഞാൻ അപ്രതീക്ഷിതമായ ഒരു കാര്യം കണ്ടു. എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനെ. അവർ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും അങ്ങനെയാണ്. പക്ഷേ ഞാൻ യാദൃശ്ചികമായിട്ട് ഉമ്മ അങ്ങോട്ട് കയറി എൻ്റെ ഹസ്ബൻഡിനെ ചില അളവെടുപ്പുകൾ നടത്തുന്നതും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉമ്മയെ ചില പോപ്പോ എന്ന് മാഡം പറയില്ലേ, അങ്ങനെയുള്ള സംഗതികൾ ഞാൻ കണ്ടു. എല്ലാം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവർ തമ്മിൽ എന്തൊക്കെയോ അന്തർധാരകൾ. ഞാൻ ഗർഭിണിയായ ശേഷം പൂവിട്ടു എന്ന് തോന്നുന്നു മാഡം. എനിക്കിത് കണ്ട് സത്യമായും ഭയങ്കരമായ ഭയം തോന്നുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഉമ്മ ഇക്ക എന്നിൽ നിന്ന് തട്ടിയെടുക്കുമോ മാഡം? ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയുമില്ല. ബെസ്റ്റ്. ഇപ്പം കുളത്തിൽ വീണവനെ പിടിച്ച് കരയിൽ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് അവൻ കടലിൽ വീണമെന്ന് പറഞ്ഞൊരു സ്ഥിതിയാണല്ലോ. എന്തായാലും ഇതിനകത്ത് ബേസിക്കായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഹൃദയം തുറന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം വേറൊരാളോട് പറയുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഭയങ്കരമായിട്ടൊരു അടുപ്പം തോന്നാം, സാന്ദ്രവും തോന്നാം. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ അമ്മായച്ചനാണ്, അമ്മായിയമ്മയാണ്, അച്ഛനാണ്, അമ്മയാണ്, അങ്ങനെ ഒക്കെയുള്ള സംഗതികളെല്ലാം ഇല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു അതിർവരമ്പില്ലേ, അതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉമ്മയാണ്, ഉമ്മയോട് പറയേണ്ട കാര്യങ്ങൾ ഇന്നതാണ്, ഉപ്പയോട് ഇന്നത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ചട്ടക്കൂടില്ലേ. ചില സമയത്ത് ആ ചട്ടക്കൂട് കഴിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോഴേക്കും ഇല്ലേ, പല മനുഷ്യർക്കും ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം തന്നെ ആ വേലിങ്ങ് പൊട്ടിപ്പോകും. പിന്നീട് ഭയങ്കര സാന്ദ്രം തോന്നുകയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണെന്ന് അങ്ങ് തോന്നും. അപ്പോൾ എതിരെ നിൽക്കുന്നത് മരുമകനല്ല, അല്ലെങ്കിൽ അമ്മായിയമ്മയല്ല, എൻ്റെ ഒരു സുഹൃത്താണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നുമില്ല, അമിത സ്വാതന്ത്ര്യമുള്ള ഒരടുപ്പം തോന്നും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ ഉമ്മയാണെങ്കിൽ ഓർത്ത് കാണുമ്മ, എൻ്റെ അത്രയൊക്കെ പ്രായമുള്ളതാണല്ലോ അവൻ്റെ വല്യമ്മ. അപ്പോൾ ആ വല്യമ്മയോട് അവന് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മരുമകന് ഞാനുമായിട്ടായാൽ എന്താ എന്നൊരു പുതുക്കവും തോന്നാം. നല്ല കാര്യത്തിന് ചെയ്ത് തുറന്നു പറച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാരയായി. അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങളത് മിണ്ടാതിരിക്കരുത്. കാര്യം നിങ്ങൾ 3 പേരും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഫ്രണ്ട്സിനെ പോലെ പോകുന്ന ആളാണ്. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഭർത്താവിനോടോ അമ്മയോടോ ഒക്കെ വിളിച്ച് തുറന്നു ചോദിക്കുക, എന്താണിത്, ഞാനിത് കണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ അടുപ്പം ഉണ്ടായത്, എന്താണ് പരിപാടി, ഇതിപ്പം കുളമാകാനാണോ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ പ്രശ്നം പോലെ ഭർത്താവിൻ്റെ പ്രശ്നം പോലെ തന്നെ വലിയ പ്രശ്നമാകുന്നതല്ലേ, എന്താ കാര്യമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ എല്ലാം തുറന്നു പറഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ അതുമാത്രമല്ല, നയപരമായിട്ടെല്ലാം മാനേജ് ചെയ്താണ് നിങ്ങളുടെ ഉമ്മയൊക്കെ. അപ്പോൾ അവരുടെ മറുപടി കേട്ടിട്ട് ആ ബന്ധം എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, അത് നിർത്തണോ, ഏതൊക്കെയാണ് ഇതിൽ നല്ല വശങ്ങൾ, നിങ്ങൾക്ക് തന്നെ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വിദഗ്ധയാണ്. അപ്പം മിണ്ടാതിരിക്കരുത്, ആദ്യം നിങ്ങൾ ചോദിക്കുക, പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ ആദ്യ കർമ്മം. അതിൻ്റെ ഉത്തരം കേട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം.